കാരണം ഇത് ജനങ്ങൾ നൽകിയ വൻപിച്ച മാൻഡേറ്റാണ്, വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണകൂടം. പറഞ്ഞത് കറക്റ്റാണ്. ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാറ്റം, ജനങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ 100 സീറ്റിന്റെ മുകളിൽ ഇപ്പൊ വിജയിച്ചിട്ട് വന്നത്. പിന്നെ ആദ്യം എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയത്? അതായത് MP-മാര് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല, ലോകസഭയിലെ അംഗബലം കുറയും എന്നൊക്കെ ആദ്യം പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായി വരുന്നതെന്ന്. പിന്നെ ഈ സതീശനാണ് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതും ഈ ഒരു നിലയിലേക്ക് എത്തിച്ചതും. ഇതിനു മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നതാണ് കേരളത്തിലെ കോൺഗ്രസ്, അതുപോലെ തന്നെ KC വേണുഗോപാൽ ഇപ്പൊ മറ്റു പല സ്റ്റേറ്റിലും പോയിട്ട് അവിടുത്തെ കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയ ആളല്ലേ. എന്നിട്ട് എന്തായി? ഉണ്ടായതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? എന്തൊക്കെ ചെയ്തിട്ടുണ്ടാ? ഇല്ലല്ലോ. ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ചിട്ട് കാണാം. ഇപ്പൊ ബൈ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കണമല്ലോ, ജനങ്ങൾ മറുപടി പറയും ഇതിന്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാക്കാനാണ്. അതിനിടയിൽ നിർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു പഴങ്കഥയായി അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്, പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും